ഹലോ ഗുഡ് പീപ്പിൾ, ദിസ് ഈസ് ശങ്കർ ഫ്രം മ്യൂസിക് പ്രൊഡക്ഷൻ ഹബ്ബ്. ഇന്ന് നമ്മൾ നോക്കുന്നത് മ്യൂസിക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന 2024 ലേറ്റസ്റ്റ് ആപ്പിൾ മെഷീൻസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ആപ്പിളിൻ്റെ വെബ്സൈറ്റിലോട്ട് പോവാം. ആപ്പിൾ സിലിക്കണിൻ്റെ വരവോടുകൂടി തന്നെ ആപ്പിൾ മെഷീൻസിൻ്റെ ലൈനപ്പും ചേഞ്ച് ആയിട്ടുണ്ട്. ഇൻറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെഷീൻസും ഇപ്പോൾ ആപ്പിൾ നിർമ്മിക്കുന്നില്ല. ആപ്പിളിൻ്റെ ഫസ്റ്റ് സിലിക്കൺ M1 ആയിരുന്നു, അതിനുശേഷം M2 വന്നു, പിന്നെ ഇപ്പോൾ കറൻ്റ്ലി ഓടിക്കൊണ്ടിരിക്കുന്ന M3 ആണ്. വളരെ പെട്ടെന്ന് തന്നെ M4 പ്രോസറും റിലീസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് രണ്ട് സെഗ്മെൻറ്റാണ്. ഒന്ന് ബഡ്ജറ്റിൽ നമുക്ക് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്കൊരു ഡെസ്ക്ടോപ്പ് പ്ലാറ്റ്ഫോമും, അതുപോലെ തന്നെ നമുക്ക് കൊണ്ടുകിടന്ന് മ്യൂസിക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലാപ്ടോപ്പ് പ്ലാറ്റ്ഫോമും. ഈ രണ്ട് പ്ലാറ്റ്ഫോമിലും ആപ്പിൾ വളരെ ബഡ്ജറ്റായിട്ട് മെഷീൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കപ്പോൾ മാക്ക് ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് മാക് മെഷീൻസ് ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് മാക്ബുക്ക് എയർ ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള ടാസ്കിന് വേണ്ടിയിട്ടാണ് ആപ്പിൾ മാക്ബുക്ക് എയർ ഫസ്റ്റ് കൊണ്ടുവന്നത്. ഡേ ടു ഡേ ടാസ്ക് ആയിട്ടുള്ള നെറ്റ് ബ്രൗസിങ്ങും, അതുപോലെ തന്നെ ബേസിക് വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻസും, അതുപോലെ തന്നെ മ്യൂസിക് പ്ലേബാക്കും ഒക്കെ ആയിരുന്നു മാക്ബുക്ക് എയറിൻ്റെ ഉദ്ദേശം. പക്ഷേ ആപ്പിൾ സിലിക്കൺ വന്നതോടുകൂടി മാക്ബുക്ക് എയറിൻ്റെ പെർഫോമൻസ് തന്നെ വളരെ ബെറ്റർ ആയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു മെഷീൻ്റെ അകത്ത് ഫാൻസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സൈലൻ്റ് ആയിട്ടുള്ള റെക്കോർഡിംഗ് പേർപ്പസിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ മാക്ബുക്ക് എയർ യൂസ് ചെയ്യാൻ സാധിക്കും. മാക്ബുക്ക് എയർ ഇപ്പോൾ കറണ്ടായിട്ട് M3 പ്രോസസ്സർ ഉപയോഗിച്ച് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ ലൈനപ്പ് ഒന്ന് പരിശോധിക്കാം. വളരെയധികം ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ചിപ്പാണ് ആപ്പിളിൻ്റെ M3 എന്ന് പറയുന്നത്. വളരെ ബാറ്ററി എഫിഷ്യൻസിയും തരുന്നൊരു ചിപ്പാണ് M3. പെർഫോമൻസ് ആൻഡ് ബാറ്ററി ബാക്കപ്പ് തീർച്ചയായിട്ടും പോർട്ടബിൾ മ്യൂസിക് പ്രൊഡക്ഷൻ സെറ്റപ്പിന് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മാക്ബുക്ക് എയർ മെയിനായിട്ട് വരുന്നത് രണ്ട് കാറ്റഗറി ആയിട്ടാണ്, 13 ഇഞ്ച് ആൻഡ് 15 ഇഞ്ച്. ഇതിൽ തന്നെ തൊട്ട് മുമ്പുള്ള M2 പ്രോസറും അതുപോലെ തന്നെ M3 ചിപ്പും രണ്ടും വരുന്നുണ്ട്. സോ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള മെഷീൻസ് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ബൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് ഫസ്റ്റ് 13 ഇഞ്ച് M2 ചിപ്പ് ഉപയോഗിച്ചിട്ടുള്ള മെഷീൻ നോക്കാം. അപ്പോൾ ഈ മെഷീനിൽ 13 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് പോർട്ടബിളായിട്ടുള്ള ഒരു മെഷീനെ തീർച്ചയായിട്ടും യോജിച്ചൊരു സ്ക്രീൻ സൈസ് തന്നെയാണ്. കുറച്ചുകൂടി ബെറ്റർ സൈസ് വേണ്ടവർക്ക് തീർച്ചയായിട്ടും 15 ഇഞ്ചിലേക്ക് പോകാം. ഞാൻ 13 ഇഞ്ചിൻ്റെ M2 ബേസ്ഡ് ആയിട്ടുള്ള ഒരു മാക്ബുക്ക് എയർ യൂസ് ചെയ്യുന്നുണ്ട് മ്യൂസിക് പ്രൊഡക്ഷൻ ആൻഡ് റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു മെഷീൻ്റെ സ്പെക്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. 8 കോർ CPU ആൻഡ് 8 കോർ GPU ആണ് വരുന്നത്. 8 GB യൂണിഫൈഡ് മെമ്മറി. ആപ്പിൾ മെഷീൻസിനുള്ള ഒരു പ്രത്യേകതയും പ്രശ്നവും അവരുടെ എല്ലാ മെഷീൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് 8 GB ആണ്. 2024 ആയിട്ടുകൂടി അവരുടെ ബേസിക് മെഷീൻസ് 16 GB സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അവരുടെ ഹൈ എൻഡ് ലൈനപ്പ് മാത്രമാണ് 16 GB സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റെല്ലാ ലൈനപ്പുകളും 8 GB തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഫ്കോഴ്സ് നമുക്ക് റാം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, പക്ഷേ റാം അപ്ഡേഷന് വളരെ വലിയൊരു എമൗണ്ടാണ് ആപ്പിൾ ചാർജ് ചെയ്യുന്നത്. ആപ്പിൾ സിലിക്കൺ ബേസിലുള്ള സിസ്റ്റങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പേർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മെഷീൻ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ വൺസ് മെഷീൻ പേർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റാമിൻ്റെ കപ്പാസിറ്റിയോ അല്ലെങ്കിൽ ഇൻറ്റേർണലായിട്ടുള്ള സ്റ്റോറേജ് SSDയുടെ കപ്പാസിറ്റിയോ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ പേർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ വേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു മെഷീൻ നമ്മൾ എടുക്കുന്നത് തീർച്ചയായിട്ടും ഒരു 4-5 വർഷങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. സോ ആ ഒരു ഉപയോഗം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ മെഷീൻ്റെ സ്പെക്ക് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ബേസിക് മെഷീനിൽ 8 കോർ CPU, 8 കോർ GPU ആൻഡ് 8 GB യൂണിഫൈഡ് മെമ്മറിയാണ് വരുന്നത്. 256 GB സ്റ്റോറേജ് വരുന്നുണ്ട്. അപ്പോൾ ഈ മെഷീൻ ആപ്പിൾ ചാർജ് ചെയ്യുന്നത് 1 lakh ബിലോ ആണ്. 99,900 ആണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോക്കാം. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ആപ്പിളിൻ്റെ 8 കോർ CPU നിന്ന് നമുക്ക് അടുത്ത M2 8 കോർ CPU വിത്ത് 10 കോർ GPU ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അത് 10,000 അഡീഷണൽ ഉണ്ട്. പക്ഷേ ബേസിക് മ്യൂസിക് പ്രൊഡക്ഷൻ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി ലോജിക് പ്രോ ഉപയോഗിച്ചിട്ട് നിങ്ങൾ റെക്കോർഡിങ്ങും അതുപോലെ തന്നെ മിഡി ബേസ്ഡ് ആയിട്ടുള്ള മ്യൂസിക്കും ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു CPU തന്നെ നമുക്ക് ഇനഫാണ്, മോർ ദാൻ ഇനഫാണ്. അറൗണ്ട് ഒരു 80 to 100 ട്രാക്സൊക്കെ നമുക്ക് സുന്ദരമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറിയാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 8 GB നിന്നും 16 GB നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആപ്പിൾ ചാർജ് ചെയ്യുന്നത് 20,000 റുപ്പീസാണ്. അത് ആക്ച്വലി ഇൻസെയിൻ എമൗണ്ട് ഓഫ് മണി തന്നെയാണ്. പക്ഷേ നമുക്ക് വേറെ ഓപ്ഷനുകളില്ല. സോ നമുക്ക് കൂടുതൽ മെമ്മറി മെഷീനിൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 16 GB ചൂസ് ചെയ്യുക. മ്യൂസിക് പ്രൊഡക്ഷൻ ആപ്ലിക്കേഷൻ എസ്പെഷ്യലി നമ്മൾ മിഡി ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് ലൈബ്രറീസൊക്കെ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അറ്റ്ലീസ്റ്റ് 16 GB എങ്കിലും മെമ്മറി ആവശ്യമാണ്. നിങ്ങൾ റെക്കോർഡിങ്ങും മിക്സിങ്ങും മാത്രമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 8 GB തന്നെ സഫിഷ്യൻ്റ് ആയിരിക്കും. ബട്ട് ഐ റെക്കമെൻഡ് 16 GB.
നെക്സ്റ്റ് നമ്മുടെ സ്റ്റോറേജ് നമുക്ക് 256 നിന്ന് നമുക്ക് വേണമെങ്കിൽ 512 ബമ്പ് ചെയ്യാം. എക്സ്റ്റേണൽ സ്റ്റോറേജസ് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ഈ 256 GB ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർ സിംഗിൾ നാൻ ചിപ്പ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മുമ്പുള്ള ആപ്പിൾ M1 പ്രോസറുകളിൽ 256 GB ആണെങ്കിലും 128 രണ്ട് നാൻ ഫ്ലാഷ് ചിപ്പുകളാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ പുതിയ M2 ലൈനപ്പ് മുതൽ അവർ സിംഗിൾ ചിപ്പാണ് ഉപയോഗിക്കുന്നത്. സോ ട്രാൻസ്ഫർ സ്പീഡ് കുറച്ച് കുറവുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് വർക്കിങ്ങിലൊന്നും സാധാരണ നമുക്കത് അനുഭവപ്പെടാറില്ല. എന്നാലും കുറേ കൂടെ പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ, സ്റ്റോറേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 512 GB SSD ഓപ്റ്റ് ചെയ്യാം. ബട്ട് എഗെയിൻ നമ്മുടെ എമൗണ്ട് 20,000 ഇവിടെ പ്ലസ് ആവുന്നുണ്ട്. സോ ഈ രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1,39,900 റുപ്പീസാണ്. നിങ്ങൾ നല്ലൊരു ആപ്പിളുടെ ഡീലർ അടുത്ത് നിന്നാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ MRPയിൽ നിന്നും പ്രൈസിന് റിഡക്ഷൻ കിട്ടുന്നതാണ്. സ്റ്റുഡൻസിനും പ്രത്യേകം ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആപ്പിൾ. അതല്ലാതെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡീലർ അടുത്ത് നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ എമൗണ്ടിൽ നല്ല രീതിയിൽ റിഡ്യൂസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് 35 വാട്ട് ഡ്യുവൽ USB പോർട്ടുള്ള അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. എക്സ്ട്രാ കുറച്ചുകൂടെ സ്പീഡുള്ള അഡാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചൂസ് ചെയ്യാം. പക്ഷേ നോർമൽ യൂസിന് ഇത് തന്നെ ഇനഫാണ്. ലോജിക് പ്രോ കൂടെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അറൗണ്ട് 20,000 റുപ്പീസിൻ്റെ അടുത്ത് പ്രൈസ് വരുന്നുണ്ട്. സോ ബേസിക് മെഷീൻ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അതായത് ഈ മെഷീൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം, അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് 4K ഫുട്ടേജൊക്കെ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആപ്പിളിൽ തന്നെ GPU വളരെ ബെറ്റർ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മിഡി ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ, നമ്മളിപ്പോൾ കോണ്ടാക്റ്റ്, ഒമ്നിസ്ഫിയർ, അതുപോലെ തന്നെയുള്ള സാമ്പിൾ ലൈബ്രറീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഒരുപാട് മിഡി ട്രാക്സുകൾ വിത്ത് ലൈബ്രറീസ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ മേ ബി നമുക്ക് ഫ്രീസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ബൗൺസ് ചെയ്തിട്ട് ഓഡിയോ ട്രാക്സ് ആക്കുകയോ വേണ്ടി വരും. പക്ഷേ എന്നാലും നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു പ്രൊഡക്ഷന് തീർച്ചയായിട്ടും ഈ ഒരു സ്പെക്ക് വെച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരു പോർട്ടബിൾ സെറ്റപ്പ് നോക്കുന്ന വ്യക്തിക്ക്, കൊണ്ട് നടന്ന് മ്യൂസിക് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു പ്രോഗ്രാമർക്കോ അതേപോലെ തന്നെ ഒരു എഞ്ചിനീയർക്കോ തീർച്ചയായിട്ടും നല്ലൊരു മെഷീനായിരിക്കും ആപ്പിളിൻ്റെ ഈ ഒരു മാക്ബുക്ക് എയർ 13 ഇഞ്ച് എന്ന് പറയുന്നത്. കളേഞ്ച് ചോയ്സൊക്കെ പേഴ്സണലാണ്. സിൽവറും ഉണ്ട്, മിഡ് നൈറ്റ് ബ്ലാക്കൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബേസിക് മെഷീൻ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 13 ഇഞ്ചിൽ തന്നെ നമുക്ക് M3 ചിപ്പ് വെച്ച് വരുന്നുണ്ട്. സോ 13 ഇഞ്ചിൽ M3 ചിപ്പ് വരുന്ന ബേസിക് മെഷീനിന് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,49,900 റുപ്പീസാണ്. അത് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് 8 കോർ CPU, 10 കോർ GPU ആൻഡ് 512 GB വിത്ത് വരുന്നതിന് നമുക്ക് ചാർജ് ചെയ്യുന്നത് 1,34,900 റുപ്പീസാണ്. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള GPU പെർഫോമൻസ് വേണമെന്നുള്ളവർക്ക് ഈ സെക്കൻഡ് മെഷീൻ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ സെക്കൻഡ് മെഷീനാണ് ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ. സോ M3 8 കോർ CPU-യും 10 കോർ GPU-യും വരുന്നുണ്ട്. 16 കോർ ന്യൂറൽ എഞ്ചിനും 8 GB യൂണിഫൈഡ് മെമ്മറിയാണ് വരുന്നത്. 512 GB SSD ബിൽറ്റിനായിട്ട് തന്നെ വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 20,000 ഇവിടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മെമ്മറി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. 1,54,900 റുപ്പീസ് വരുന്നുണ്ട്. 35 വാട്ട്സിൻ്റെ ഡ്യുവൽ USB-C പോർട്ട് പവർ വരുന്നുണ്ട്. എക്സ്ട്രാ നമുക്ക് ലോജിക് പ്രോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ FCP ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതും നല്ലൊരു സ്പെക്കാണ്. ആപ്പിളിൻ്റെ M3 ചിപ്പ് ബേസ്ഡ് ആയിട്ടുള്ളൊരു മെഷീനാണ്. 16 GB മെമ്മറി, അതുപോലെ തന്നെ 512 GB SSD. അപ്പോൾ ഇത്രയും വരുന്നുണ്ട്. സോ നമുക്ക് തൊട്ട് മുമ്പുള്ള സീരീസ് മെഷീനേക്കാളും കുറച്ചുകൂടെ പെർഫോമൻസ് വരുന്ന മെഷീൻ ആയതുകൊണ്ട് തന്നെ പ്രൈസും കുറച്ചുകൂടെ ബമ്പായിട്ടുണ്ട്. എനിവേ ഈ ഒരു പ്രൈസ് ജസ്റ്റിഫൈ ചെയ്യുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ഡീലറെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രൈസിൽ നിന്നും അത്യാവശ്യം റിഡക്ഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് ഈ രണ്ട് മെഷീനിൽ വരുന്ന പോർട്ടുകൾ നോക്കാം. ആപ്പിളിൻ്റെ മാക്ബുക്ക് എയർ വാങ്ങിക്കുന്നവർക്ക് പ്രത്യേകിച്ചും ഉള്ളൊരു ബുദ്ധിമുട്ട്, കൂടുതൽ പോർട്ടുകൾ ഉണ്ടാവാറില്ല. ഇപ്പോൾ പുതിയ മാക്ബുക്ക് എയറിലൊക്കെ തന്നെയും 2 തണ്ടർബോൾട്ട് പോർട്ടുകൾ മാത്രമേ വരാറുള്ളൂ. സോ ഈ രണ്ട് മെഷീനിലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമിലർ ആയിട്ടുള്ള 2 തണ്ടർബോൾട്ട് അല്ലെങ്കിൽ USB 4 പോർട്ട്സാണ് കിട്ടുന്നത്. സോ തീർച്ചയായിട്ടും ഒരു എക്സ്റ്റേണൽ തണ്ടർബോൾട്ട് ഹബ്ബ് അല്ലെങ്കിൽ ഒരു USB-C ഹബ്ബ് ഉപയോഗിക്കണം. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ മോണിറ്റർ HDMI വഴി എടുക്കണം എന്നുണ്ടെങ്കിലോ കൂടുതൽ USB പോർട്ട് വേണമെന്നുണ്ടെങ്കിലോ നമുക്ക് തീർച്ചയായിട്ടും ഒരു എക്സ്റ്റേണൽ ഹബ്ബ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നൊരു ഹബ്ബ് കാറ്റ്സിയുടെ USB-C ഹബ്ബാണ്. അപ്പോൾ കാറ്റ്സിയുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. കാറ്റ്സിയുടെ USB-C ഹബ്ബാണ്. അതിൻ്റെ മോഡൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു USB-C ഹബ്ബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് USB പെരിഫറൽസ്, അതുപോലെ തന്നെ നെറ്റ്വർക്ക് എടുക്കണമെങ്കിൽ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഡിസ്പ്ലേ എടുക്കണമെന്നുണ്ടെങ്കിൽ അതെടുക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു സിംഗിൾ പോർട്ടിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ എല്ലാ
പോർട്ടുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കാഡ്സി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബെൽക്കിനും ആപ്പിൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഹബ്ബാണ്. അപ്പോൾ ഇതിൽ നിന്നും ബെസ്റ്റായിട്ടുള്ളൊരു മോഡൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മാക്ബുക്ക് എയർ നോക്കിക്കഴിഞ്ഞാൽ ചാർജിങ്ങിനായിട്ടുള്ള പോർട്ട് പ്രത്യേകം വരുന്നുണ്ട്. അവരുടെ ഓൾഡായിട്ടുള്ള മാഗ്നറ്റിക് മാക്സൈഫ് പോർട്ട് തന്നെ അവർ റിറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സൂപ്പർബായിട്ടുള്ളൊരു പോർട്ട് തന്നെയാണ്. 2 തണ്ടർബോൾട്ട് പോർട്ട് വരുന്നുണ്ട്. ആൻഡ് USB-C കമ്പാറ്റിബിലിറ്റി ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. നെക്സ്റ്റ് ഒരു ഹെഡ്ഫോൺ ഔട്ട്പുട്ട് വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഓഡിയോ ഔട്ട്പുട്ട് തന്നെയാണ് മാക്ബുക്കിൽ വരുന്നത്. മാക്ബുക്ക് എയർ 13 ഇഞ്ച് M2 ചിപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1 എക്സ്റ്റേണൽ ഡിസ്പ്ലേ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ മാക്ബുക്ക് എയർ 13 ആൻഡ് 15 ഇഞ്ച് M3 വരുന്ന ചിപ്പുകളുടെ വരുന്ന ലാപ്ടോപ്പുകൾ നമുക്ക് 2 എക്സ്റ്റേണൽ ഡിസ്പ്ലേസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതൊരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ്. പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്റ്റേണൽ ഡിസ്പ്ലേസ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഡബ്ബിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മേ ബി ഈ ഒരു M3 മോഡലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് 2 എക്സ്റ്റേണൽ ഡിസ്പ്ലേസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഡിസ്പ്ലേ മെയിനായിട്ടുള്ള എഡിറ്റ് വിൻഡോ, അതായത് ലോജിക്കിൻ്റെ വിൻഡോ കാണിക്കാനായിട്ടും നെക്സ്റ്റ് ആയിട്ടുള്ള വിൻഡോ നമുക്ക് വീഡിയോ വിൻഡോ, അതായത് ഡബ്ബിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വീഡിയോ കാണിക്കാനായിട്ടും നമുക്ക് സാധിക്കും. സോ അത്തരം പേർപ്പസുകൾക്ക് ഡബ്ബിംഗ് സ്റ്റുഡിയോ ഒക്കെയാണ് മെഷീൻ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും മാക്ബുക്ക് എയർ M3 ബേസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് പർച്ചേസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇവിടെ M2 ചിപ്പിൻ്റെ അകത്ത് നമുക്കൊരു സിംഗിൾ എക്സ്റ്റേണൽ ഡിസ്പ്ലേ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. സോ നമുക്ക് എക്സ്റ്റേണൽ ഡിസ്പ്ലേ കൊടുക്കുമ്പോൾ M2ലാണെങ്കിലും M3ലാണെങ്കിലും നമുക്ക് ചെറിയൊരു കമാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാപ്ടോപ്പ് അടച്ചു വെച്ചിട്ട് നമുക്ക് എക്സ്റ്റേണൽ ഡിസ്പ്ലേ മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഒരു ലാപ്ടോപ്പിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു എക്സ്റ്റേണൽ കീബോർഡും മൗസും വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെസ്ക്ടോപ്പ് മെഷീൻ പോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യിക്കാം എക്സ്റ്റേണൽ ഡിസ്പ്ലേസ് ഉപയോഗിച്ചിട്ട്. പിന്നെ സൈലൻ്റാണ് മെഷീൻ്റെ അകത്ത് ഫാനുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ ബെറ്ററായിട്ട് നമുക്ക് ഒരു സിംഗിൾ റൂം റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒക്കെ റൺ ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു മെഷീനാണ് മാക്ബുക്ക് എയർ എന്ന് പറയുന്നത്. Wi-Fi 6 വരുന്നുണ്ട്. അതുപോലെ തന്നെ ടച്ച് ID വരുന്നുണ്ട്. അത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് പാസ്വേഡ്സ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല ബാറ്ററി ലൈഫാണ് മാക്ബുക്ക് എയർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ആക്സസറീസുകളെല്ലാം തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യണം, കീബോർഡ് മൗസൊക്കെ തന്നെയും. ഓക്കെ, ഇത്രയാണ് മാക്ബുക്ക് എയറിനെ കുറിച്ച് നമുക്ക് നോക്കാനുള്ളത്. നമ്മളിപ്പോൾ 2 മെഷീനുകൾ മാക്ബുക്ക് എയർ നോക്കി. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നൊരു മെഷീൻ ലൈനപ്പ് എന്ന് പറയുന്നത് മാക് മിനിയാണ്. മാക് മിനി വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു മെഷീൻ തന്നെയാണ്. ലാസ്റ്റ് ഇൻ്റൽ എനിക്ക് തോന്നുന്നു 8 ജെൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു മെഷീനായിരുന്നു മാക് മിനി വന്നിരുന്നത്. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു മെഷീനാണ്. ഒരുപാട് യൂണിറ്റ് സെല് ചെയ്തൊരു മെഷീനാണ്. പക്ഷേ ഇൻ്റലിൻ്റെ സിസ്റ്റങ്ങൾക്കുള്ള ഒരു പ്രശ്നം വളരെ ഹീറ്റ്, അതായത് പ്രത്യേകിച്ചും വളരെ ചെറിയൊരു പാക്കേജിലാണ് ആപ്പിൾ, വളരെ കോമ്പാക്ട് പാക്കേജിലാണ് ആപ്പിളിൻ്റെ മെഷീൻസ് വരിക. സോ ഹീറ്റ് വളരെ വലിയൊരു ഇഷ്യൂ ആയിരുന്നു. പ്രത്യേകിച്ചും മാക് ബുക്കുകളിൽ നിന്നൊക്കെ തന്നെയും ഇൻ്റൽ പോയി ആപ്പിളിൻ്റെ സിലിക്കൺ വരാനുള്ള കാരണം ഇൻ്റലിൻ്റെ പൂറായിട്ടുള്ള ഹീറ്റ് മാനേജ്മെൻറ്റ് തന്നെയാണ്. വളരെ കുറഞ്ഞ സ്പേസിൽ ഹീറ്റ് മാനേജ് ചെയ്യാൻ തീർച്ചയായിട്ടും ഇൻ്റലിനെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ആപ്പിൾ സിലിക്കൺ എന്ന് പറയുന്നത് തന്നെ 5 നാനോമീറ്ററിലൊക്കെയാണ് അതിൻ്റെ മാനുഫാക്ചറിങ് ടെക്നോളജി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ സ്പേസിൽ ഒരുപാട് ട്രാൻസിസ്റ്റേഴ്സ് ഒതുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചിപ്പ് വളരെ കൂളായിട്ട് വർക്ക് ചെയ്യും. സോ ഞാൻ കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നമുക്ക് മാക് മിനി നോക്കാം. സോ കൊണ്ട് നടന്ന് മ്യൂസിക് ചെയ്യേണ്ട ഒരു സ്പേസിൽ തന്നെ വെച്ച് ചെയ്താൽ മതി എന്നുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു മെഷീനാണ് ആപ്പിളിൻ്റെ മാക് മിനി. ഇതിൻ്റെ വലിപ്പം കണ്ട് നോക്കണ്ട, വളരെ ഫീച്ചർ പാക്കഡ് ആയിട്ടുള്ള നല്ല പെർഫോമൻസ് തരുന്നൊരു മെഷീനാണ് ആപ്പിൾ മാക് മിനി. സ്റ്റാർട്ടിംഗ് പ്രൈസ് 59,900, അതായത് 60,000 മുതൽ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 8 GB വെച്ചിട്ടുള്ള മെഷീനാണ്. M2 ബേസ്ഡ് ആയിട്ടുള്ള മെഷീനാണ് ആ എമൗണ്ടിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഒന്ന് നോക്കാം. സോ ആപ്പിളിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് വരുന്നത് ആപ്പിൾ M2 വെച്ചിട്ട് തന്നെയാണ്. സോ ഇതിൽ M3 അപ്ഡേറ്റഡ് ആയിട്ടില്ല. സോണ്ടർ തന്നെ M3 അപ്ഡേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ബേസിക് മെഷീന് 60,000 പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ ബേസിക് മെഷീനിൽ വരുന്നത് 8 കോർ CPU, 4 പെർഫോമൻസ് കോഴ്സും 4 എഫിഷ്യൻസി കോഴ്സും വരുന്നുണ്ട്. 10 കോർ GPU വരുന്നുണ്ട്. സോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 8 കോർ CPUയും 10 കോർ GPUയും തരുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർഡ്വെയർ ബേസ്ഡ് എൻകോഡിങ്ങുകളൊക്കെ ഇവരുടെ വീഡിയോ കാർഡിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. എല്ലാം ഇൻറ്റഗ്രേറ്റഡ് ആണ്. 8 GB മെമ്മറിയാണ് വരുന്നത്. നമുക്ക് 16 GB 24 GB അപ്ഡേറ്റ് ചെയ്യാം. ബേസിക് സ്റ്റോറേജ് വരുന്നത് 256 GB ആണ് വരുന്നത്. അത് നമുക്ക് നേരത്തെ ഉള്ള പോലെ തന്നെ 512 1 TB ആയിട്ട് 1 TB അല്ലെങ്കിൽ 2 TB ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. സോ ഇവിടെ 79,900-ന് 512 GB വെച്ചിട്ടുള്ള മെഷീനാണ് വരുന്നത്. സോ അതിൽ പ്രോസസ്സറിലൊന്നും ചേഞ്ച് വരുന്നില്ല. 8 കോറും 10 കോറും തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ആപ്പിളിൻ്റെ M2 Pro ബേസ്ഡ് ആയിട്ടുള്ളൊരു ചിപ്പാണ്. അത് 10 കോർ CPUയും 16 കോർ GPU ആണ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ വീഡിയോ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാഫിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യുന്ന ആൾക്ക് ഈ മെഷീൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്പെക്കുള്ള മെഷീൻ ചൂസ് ചെയ്യാവുന്നതാണ്. അതിൽ ബേസിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 16 GB മെമ്മറിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് 32 GB വരെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമ്മളൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ ഒരു മെഷീനാണ്
സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ബൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അവരുടെ ബേസിക് ആയിട്ടുള്ള 8 കോർ CPU 10 കോർ GPU ഈ ഒരു മോഡൽ നമുക്ക് സെലക്ട് ചെയ്യാം. 60,000 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. നമ്മൾ മെമ്മറി തീർച്ചയായിട്ടും 60 GB നമുക്ക് ബമ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 512 GB SSD നമുക്ക് ബമ്പ് ചെയ്യാം. സ്റ്റിൽ നമ്മുടെ മെഷീൻ്റെ വില 1 lakh ബിലോ വരുന്നുള്ളൂ. 99,900 ആണ് മെഷീൻ്റെ പ്രൈസ് വരുന്നത്. സോ അഗെയിൻ ഞാനൊരു 24 GB അപ്ഡേറ്റ് ചെയ്താൽ പോലും 1,19,900 പ്രൈസ് വരുന്നുള്ളൂ. സോ ഈ ഒരു മെഷീൻ ഡെസ്ക്ടോപ്പ് ബേസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ സ്റ്റോറേജ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. സോ നേരത്തെ നമ്മൾ കണ്ട M2 ബേസ്ഡ് ലാപ്ടോപ്പ്, അതായത് മാക്ബുക്ക് എയറിൻ്റെ പ്രൈസിന് നമുക്ക് ആക്ച്വലി ഇവിടെ നമുക്കൊരു മാക് മിനി മെഷീൻ കിട്ടും. ബെറ്റർ പെർഫോമൻസിൽ 24 GB റാം 1 TB SSD വരുന്ന ഒരു മെഷീൻ നമുക്ക് കിട്ടും. മാക് മിനിയുടെ പ്രത്യേകത നമുക്ക് കൂടുതൽ പോർട്ടുകൾ മാക് മിനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള മാക് മിനിയിൽ വരുന്നത് നമുക്ക് M2 ബേസ്ഡ് ആയിട്ടുള്ള ബേസിക് മാക് മിനിയിൽ നമുക്ക് 2 തണ്ടർബോൾട്ട് 4 പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈതർനെറ്റ് പോർട്ട് ബിൽറ്റിനാണ്, HDMI പോർട്ട് ബിൽറ്റിനാണ്, 2 USB പോർട്ടുകളും ഒരു ഹെഡ്ഫോൺ ഔട്ടും വരുന്നുണ്ട്. സോ ഒരു ഡെസ്ക്ടോപ്പ് മെഷീന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാക് മെഷീനിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് കൂടുതൽ പോർട്ടുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ 2 തണ്ടർബോൾട്ട് പോർട്ട് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് M2 Pro ആയിട്ടുള്ള മെഷീൻ നമുക്ക് ചൂസ് ചെയ്യാം. M2 Proൻ്റെ അകത്ത് 2 എക്സ്ട്രാ തണ്ടർബോൾട്ട് 4 പോർട്ട് കൂടി വരുന്നുണ്ട്. സോ കൂടുതൽ നമ്പർ ഓഫ് പെരിഫറൽസ് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു മോഡൽ ചൂസ് ചെയ്യാവുന്നതാണ്. അതിന് പെർഫോമൻസും ഉണ്ട്, പ്രൈസ് ഡിഫറൻസും ഉണ്ട്. പക്ഷേ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ ആപ്ലിക്കേഷന് നമുക്ക് തീർച്ചയായിട്ടും 2 തണ്ടർബോൾട്ട് പോർട്ട് ഇനഫാണ്. എക്സ്ട്രാ 2 USB-A പോർട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ബ്ലൂടൂത്തും വൈഫൈ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വയർലെസ് മീൻസ് ബ്ലൂടൂത്ത് ബേസ്ഡ് ആയിട്ടുള്ള കീബോർഡ് മൗസുകൾ ആപ്പിളിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കീബോർഡ് മൗസ് ഇതിൻ്റെ കൂടെ ബണ്ടിലായിട്ട് വരുന്നില്ല, നമ്മൾ എക്സ്ട്രാ പർച്ചേസ് ചെയ്യണം. കീബോർഡ് മൗസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് iMac മെഷീൻസിൽ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ M2 Pro ബേസ്ഡ് ആയിട്ടുള്ള മെഷീൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 10 കോർ CPU 16 കോർ GPU അതുപോലെ തന്നെ 16 GB യൂണിഫൈഡ് മെമ്മറി ഡീഫോൾട്ട് വരുന്നുണ്ട്, 512 GB സ്റ്റോറേജും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മെഷീൻ നമുക്കൊന്ന് കോൺഫിഗർ ചെയ്ത് നോക്കാം. സോ വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു മെഷീനാണ് തൊട്ട് മുമ്പ് നമ്മൾ എടുത്ത മാക് മിനിയേക്കാളും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ 32 GB മെമ്മറി അപ്ഡേറ്റ് ചെയ്യാനാണ് 24 GB ഓപ്ഷനില്ല. നമ്മൾ 1 TB SSD ഓപ്റ്റ് ചെയ്താൽ നമുക്ക് 1,49,900 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ 32 GB കൂടി ബമ്പ് ചെയ്ത് കഴിഞ്ഞാൽ 1,89,900 റുപ്പീസ് പ്രൈസ് ബമ്പാവും. സോ ഈ ഒരു മെഷീൻ്റെ പ്രത്യേകത നമുക്ക് എക്സ്ട്രാ 2 തണ്ടർബോൾട്ട് പോർട്ട് കൂടി വരുന്നുണ്ട്. സോ 4 പോർട്ട് വരുന്നുണ്ട്. 1 TB SSD 32 GB യൂണിഫൈഡ് മെമ്മറി വെച്ച് വരുന്ന ഈ ഒരു മെഷീന് നമുക്ക് 1,89,900 വരും. സോ ബേസിക് മ്യൂസിക് പ്രൊഡക്ഷൻ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു മെഷീൻ മതിയായിരിക്കും. അതായത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത 1,39,900. കുറച്ചുകൂടി പെർഫോമൻസ് നോക്കുന്നുണ്ട്, വീഡിയോ എഡിറ്റിംഗ് അതുപോലെ തന്നെ ഗ്രാഫിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെഷീൻ നന്നായിരിക്കും. പോർട്ടബിലിറ്റി നോക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും മാക്ബുക്ക് എയർ തന്നെയായിരിക്കും ബെസ്റ്റ് ആയിട്ടുള്ള മെഷീന്. 2 മെഷീനിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഞാനിവിടെ 15 ഇഞ്ച് മെഷീൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല. വളരെ പോർട്ടബിൾ ആയിട്ടുള്ളൊരു സെറ്റപ്പ് ആയതുകൊണ്ടാണ് 13 ഇഞ്ച് മെഷീൻസ് മാത്രം നോക്കിയത് നമ്മുടെ ബഡ്ജറ്റ് റേഞ്ച് നിൽക്കാനായിട്ട്. സോ മാക് മിനിയുടെ കാര്യത്തിൽ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ എടുക്കാൻ പറ്റിയ മെഷീൻ ഈ പറഞ്ഞ 1,39,900 ആണ്. സോ ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് താഴെ നമുക്ക് കിട്ടാവുന്ന ബെസ്റ്റായിട്ടുള്ള 2 കാറ്റഗറി ഓഫ് മാക് മെഷീനാണ്. ഒന്ന് മാക് മിനിയും അതുപോലെ തന്നെ മാക്ബുക്ക് എയറും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബഡ്ജറ്റ് ബേസ്ഡ് ആപ്പിൾ മെഷീൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു കണ്ടൻറ്റുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.